ദ ലോർഡ്. ബ്ലെസ്സിങ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കുറിപ്പിക്കാകി സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ് എന്നുള്ളത് നമ്മൾ ശരിയായി അറിഞ്ഞിരിക്കണം. അതായത് 2 തീമോത്തി 1:12 ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ളത് നമ്മൾ ശരിയായി അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ സ്വയംഭൂവാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അവൻ ആത്മസ്വരൂപനാണ്. ഈ 4 ക്വാളിഫിക്കേഷൻ ആരുടെ കയ്യിലുണ്ടോ അവനാണ് യഥാർത്ഥമായ ദേവരം. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്, ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മൾ യഥാർത്ഥമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ കൃപ എന്താണ്, അവൻ്റെ മഹിമ എന്താണ്, അവൻ്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ യഥാർത്ഥമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ജയവും സന്തോഷവും ഉണ്ടാകത്തുള്ളൂ. പൗലോസ് പറയുന്നു, ക്രിസ്തുവിനെ അറിയുന്നതാണ് ശ്രേഷ്ഠമായത്. അതുകൊണ്ട് പൗലോസ് എന്ത് കഷ്ടം വന്നിട്ടും അതിനെ എതിർത്ത് ജീവിക്കാൻ സാധിച്ചത് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവം ജയം പ്രാപിച്ച ചിലരെക്കുറിച്ച് നമുക്ക് സ്വല്പം ധ്യാനിക്കാം. യേശു ആരാണെന്ന്, യേശുവിൻ്റെ മഹിമ എന്താണെന്നും വചനത്തിൽ കൂടെ നമുക്ക് നോക്കാം. 1 രാജാക്കന്മാർ 17:1 എന്നാൽ ഗിലെയാദിലെ തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഒരു രാജാവിൻ്റെ മുമ്പിൽ ചെന്നു നിന്ന് ഇത്ര ധൈര്യത്തോടുകൂടെ ഏലിയാവ് പറയണമെന്ന് വരികിൽ, ഏലിയാവ് അവൻ്റെ അപ്പൻ ആരാണ്, അമ്മ ആരാണ് ഒന്നും നമുക്കറിയത്തില്ല. ഒന്നറിയാം, അവൻ പ്രാർത്ഥനാ വീരനാണ്. അവൻ പ്രാർത്ഥിച്ച് 3.5 വർഷം മഴയെ നിർത്തിയ വ്യക്തിയാണ്. അവൻ പ്രാർത്ഥിച്ച് മഴയെ വീണ്ടും അയച്ചു. അതുപോലെ തന്നെ ആകാശത്തുനിന്നും പ്രാർത്ഥിച്ച് തീ ഇറക്കിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ്. ആ വ്യക്തി ആഹാബിൻ്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. മഴ അയക്കുന്നതും മഞ്ഞ് അയക്കുന്നതും ദൈവമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവമാണെന്നുള്ളത് ഏലിയാവിന് ധൈര്യമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. ധൈര്യമായി ഏലിയാവ് സംസാരിച്ചു. കാരണം അവൻ സേവിക്കുന്ന ദൈവം, അവൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം ആരാണെന്ന് അവന് അറിയാമായിരുന്നു. പ്രിയ മക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ആ അറിവുണ്ടായിരിക്കണം. ഞാൻ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് ഉള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. ഞാൻ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടോ ബൈബിള് പിടിച്ച് നടന്നതുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമാകത്തില്ല. ആ ദൈവത്തിൻ്റെ മഹിമ എന്താണ്, ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. അവൻ ഏലിയാവ് അറിഞ്ഞതുകൊണ്ടാണ് ധൈര്യമായിട്ട് പോയി നിന്ന് ആഹാബിനോട് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലാതെ മഴയും മഞ്ഞും കുറേ കാലത്തേക്ക് വരത്തില്ലെന്ന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞതുപോലെ ദൈവം പ്രവർത്തിക്കുകയും ചെയ്തു. പറഞ്ഞു കഴിഞ്ഞവൻ വെറുതെ ഇരുന്നില്ല മക്കളെ. അവനെ എന്തു ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം കേട്ട് ഉത്തരമരുളി. നിങ്ങളുടെയൊക്കെ ഏതാവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം? പോയിരുന്ന് പ്രാർത്ഥിച്ച് കരയണം, കരഞ്ഞു പ്രാർത്ഥിക്കണം.
അപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നമ്മുടെ ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. ദൈവം കേട്ട് ഉത്തരമരളി നമ്മൾ വിശ്വസിക്കുകയും ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവം നമുക്ക് ഉത്തരമരളും. ഏലിയാവിനോടുകൂടെ ഇരുന്ന ദൈവമാണ് നമ്മളോടുകൂടെ ഇരിക്കുന്നത്. പൂർവ്വ പിതാക്കന്മാരോടുകൂടെ ഇരുന്ന ദൈവമാണ് നമ്മോടുകൂടെ ഇരിക്കുന്നത്. ആ ധൈര്യവും ആ പ്രത്യാശയും ആ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് വേറെ ഒരു വ്യക്തിയെ കൂടെ നോക്കാം. യോശുവ 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനും ചന്ദ്രനും നിശ്ചലമായി. പ്രിയ മക്കളെ, ഒരു വർഷത്തിന് 366 ദിവസം ഉണ്ടായിരുന്നു. ഈ യോശുവ ഒരു ദിവസം മുഴുവനും യുദ്ധം തീരുന്നത് വരെയും സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം അവൻ്റെ പ്രാർത്ഥന അവൻ പറഞ്ഞത് കേട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒരു ദിവസം മുഴുവനും നിശ്ചലമായിട്ട് ഒരിടത്ത് നിർത്തി. അതുകൊണ്ടിപ്പോൾ 365 ദിവസമായിരിക്കുന്നത്. പ്രിയ മക്കളെ, അവരുമായിട്ട് ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യനും ചന്ദ്രനും നിശ്ചലമായി. യോശുവയുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും അസ്തമിക്കാതെ നിന്നു. യോശുവയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. കാരണം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടി ചെയ്തത് ആരാണ്? ദൈവമാണ്. ആ ദൈവത്തോടാണ് ഇവൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം യോശുവയോട് പറയുന്നു, മോശയോടുകൂടെ ഞാൻ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. ഹല്ലേലൂയ! മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ആ ധൈര്യം അവനുണ്ടായിരുന്നു. ആ വാക്ക് പറഞ്ഞത് എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് അവന് നല്ല ധൈര്യമായിരുന്നു. ദൈവം എന്നോടുകൂടെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ധൈര്യത്തോടെ സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചത്. അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും സാധ്യമല്ല, യാതൊന്നും സാധ്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞത്. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വ്യക്തിയെ കൂടെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ന്റെ 40-ാമത്തെ വാക്യം. ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തൻ്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകന് ഭാര്യയെ എടുക്കുവാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. ഏലിയാസറിനോട് അബ്രഹാം പറയുന്ന വാക്കാണ്. അബ്രഹാം അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് കനാൻ ദേശത്താണ്. അവിടെ നിന്നും കനാന്യ സ്ത്രീകളെ എൻ്റെ മകന് വേണ്ടി എടുക്കരുത്. എൻ്റെ പിതൃഭവനത്തിൽ എൻ്റെ ദേശത്തുനിന്ന് നീ എൻ്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് ഏലിയാസറിനോട് പറയാണ്. ഏലിയാസറിനെ പറയുന്നു, എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയക്കും. അബ്രഹാമിൻ്റെ വിശ്വാസം എത്ര വലിയാണെന്ന് നോക്കാൻ. അങ്ങനെ കുറേ ആഭരണങ്ങളും കുറേ ഡ്രസ്സുകളും അവർ എന്തെല്ലാമാണ് ഈ വിവാഹത്തിന് മുമ്പേ പെണ്ണ് കാണുമ്പോൾ കൊടുക്കാനുള്ളത്. മൂക്കുത്തി, വള,
മോതിരം എന്ന് വേണ്ട എല്ലാം എടുത്തോണ്ട് എലിയാസർ അബ്രഹാമിൻ്റെ വാക്കനുസരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയിൽ എലിയാസർ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം പോലെ പറയുകയാണ്, ഞാൻ ഒരു കിണറിൻ്റെ കരയിൽ പോയി നിൽക്കും. അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വെള്ളം കോരാനായിട്ട്, ഒരു പെൺകുട്ടി വെള്ളം കോരാനായിട്ട് വരും. ആ പെൺകുട്ടിയോടെ എനിക്ക് കുടിക്കാൻ വെള്ളം ഞാൻ ചോദിക്കും. അപ്പോൾ അവൾ എനിക്ക് കുടിക്കാൻ വെള്ളം തരികയും അവിടെ വാഗൊണ്ട് തന്നെ പറയണം, നിന്റെ ഒട്ടകത്തിനും വെള്ളം കോരി കൊടുക്കാമെന്ന് പറയുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ യജമാനു വേണ്ടി സ്വീകരിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്ന് എലിയാസർ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പോയി ഒരു കിണറിൻ്റെ വക്കിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അങ്ങനെ വെള്ളം കോരാനായിട്ട് വന്നു. ഓടിയവൾ കിണറ്റിലിറങ്ങി വെള്ളം കോരി കരയ്ക്ക് കൊണ്ടുവന്ന ഉടനെ എലിയാസർ എനിക്ക് സ്വല്പം വെള്ളം കുടിക്കാൻ തരാൻ പറഞ്ഞു. അവൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ വാഗൊണ്ട് തന്നെ പറയുന്നു, എലിയാസർ എങ്ങനെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തോണ്ട് പോയോ അതുപോലെ തന്നെ അവൾ പറയുന്നു, നിന്റെ ഒട്ടകത്തിനും ഞാൻ വെള്ളം കൊടുക്കാമെന്നും പറഞ്ഞവൾ കോരി ഒട്ടകത്തിനും വെള്ളം കൊടുത്തു. അന്നേരം തന്നെ എലിയാസറിന് മനസ്സിലായി, ഇതാണ് എൻ്റെ യജമാനു വേണ്ടി ദൈവം തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയെന്ന് വിചാരിച്ച് അവിടെ കയ്യൽ അവൻ വളയിട്ടു, മൂക്കുത്തിയും ഇട്ടിട്ട് നീ ആരുടെ മകൾ? ഉടനെ പറയുന്നു, ഞാൻ മെതുവേലിൻ്റെ മകളാണെന്ന് പറയുന്നു. അവളെ ഓടിപ്പോയി അവിടെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും എല്ലാം ഇങ്ങനെ പറഞ്ഞ ഉടനെ അവരെ വിളിച്ച് ഇവിടെ ഇഷ്ടം പോലെ തീറ്റികളെല്ലാം ഉണ്ട് എന്ന് പറയുകയും അവിടെ കൊണ്ടുപോയി ഒട്ടകത്തെ കെട്ടി അവൻ അവിടെ രാത്രി താമസിക്കുകയും വിവരമെല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ ആ പെൺകുട്ടിയെ ഇവൻ്റെ കൂടെ പോരുകയാണ് ഇസാക്കിനു വേണ്ടി തെരഞ്ഞെടുത്തു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത വല്ലതും ഉണ്ടോ? അബ്രഹാം അതുപോലെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അബ്രഹാം അതുപോലെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. ദൈവം അബ്രഹാമായിട്ട് എപ്പോഴും സംസാരിക്കുകയും അവൻ അതുപോലെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അബ്രഹാം കനാൻ ദേശത്തൊന്നും പെൺകുട്ടികളെ എടുക്കാതെ അവിടെ പിതൃദേശത്തേക്ക് വിടുകയും അവൻ്റെ കൂടെ തൻ്റെ ദൂതനെ ദൈവം അയച്ചു. നമ്മൾ എവിടെ പോയാലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പോയാൽ ദൈവം തൻ്റെ ദൂതനെ നമ്മുടെ കൂടെ അയച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമ്മളെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ എപ്പോഴും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതിന് ഈ പൂർവ്വപിതാക്കന്മാരോട് അബ്രഹാമിനോട് കൂടെ മാത്രമല്ല ദൈവം ഇരിക്കുന്നത്, ഏലിയാവിനോട് കൂടെ മാത്രമല്ല ദൈവം ഇരിക്കുന്നത്, നമ്മളോടുകൂടെയും ദൈവം ഇരിക്കും. നമ്മളോടുകൂടെ ഇരിക്കണമെന്ന് വരിയിൽ നമ്മൾ ദൈവത്തോടെ അടുത്ത് ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ദൈവം നമ്മളുമായിട്ട് എപ്പോഴും ഒരന്യോന്യത ഉണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് ദർശനങ്ങളാലും വെളിപ്പാടുകളാലും ദൈവം നമ്മളോട് സംസാരിക്കും. പ്രിയ മക്കളെ, അതുപോലെ തന്നെ ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചന്ദ്രക് മേശക് അബേദ്നെഗോ അവരെ ബാബേൽ ദേശത്തു നിന്നും അവർ യുദ്ധത്തിന് പോയപ്പോൾ കുറെ യൗവനസ്ഥ മക്കളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവരെ അവിടെ യുദ്ധം അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം രാജാവ്, അതായത് നെബൂഖദ്നേസർ രാജന് ഒരു ഭയങ്കര സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ തമ്പുരു, വീണ, കുഴൽ ഇതെല്ലാം ഊതുമ്പോൾ, നാഗസ്വരം ഊതുമ്പോൾ എല്ലാവരും എൻ്റെ ഈ സ്വർണ്ണ ബിംബത്തിന് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തു. ഈ 3 യൗവനസ്ഥ മക്കൾ ചെയ്തില്ല. അത് കണ്ടു നിന്നവർ
പോയി രാജാവിനോട് പറഞ്ഞു. രാജാവിനോട് പറഞ്ഞ ഉടനെ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. വിളിക്കവരെ. അവരെ വിളിച്ചു. നിങ്ങൾ എൻ്റെ ഈ വിഗ്രഹത്തിന് നമസ്കാരം ചെയ്യത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല, ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന വാക്കാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ര ധൈര്യത്തോടുകൂടെ അവർ സംസാരിക്കുകയാണ്. ഉടനെ രാജാവ് പറയുന്നു, 7 മടങ്ങ് ചൂള തീ കൂട്ട്, ചൂള കത്തിക്ക്. അവരുടെ ഡ്രസ്സോടുകൂടെ അവരെ തീക്കകത്തിടാൻ പറയുന്നു. അങ്ങനെ അവരെ എടുത്തോണ്ട് പോയവരെ ആ 7 മടങ്ങ് ചൂള കത്തി. അപ്പോൾ ഇവരെ എടുത്തോണ്ട് പോയവരുടെ ശരീരത്തെ തീ കയറി പിടിച്ചു. അവർക്കെല്ലാം പൊള്ളലേറ്റു. അവരെല്ലാം കത്തിപ്പോയി. പ്രിയ മക്കളെ, ഇവരെ കൊണ്ടുപോയി ആ ചൂളക്കകത്തിട്ടു, തീക്കകത്തോട്ടിട്ടു. ഇട്ടിട്ട് അവർ വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ 3 പേരും വെള്ളത്തിൽ കൂടെ നടക്കാൻ തുടങ്ങി. അവിടെ ആരിറങ്ങി വന്നെന്നറിയോ? കർത്താവായ ദൈവം ഇറങ്ങി വന്ന് രാജൻ ഇങ്ങനെ സിംഹാസനത്തിൽ കാലുമേൽ കാലും വെച്ച് നോക്കിയിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അയ്യോ, നമ്മൾ 3 പേരെയല്ലേ വിട്ടത്, ഇതാ 4 പേരെ കാണുന്നു. ഒരാള് ദൈവദൂതനൊക്കെ കാണുന്നു. ഹോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നമ്മൾക്ക് എന്താ കഷ്ടം വന്നാലും, എന്താ നോവ് വന്നാലും, എന്താ രോഗം വന്നാലും, യഥാർത്ഥ ഒരു ദൈവ പൈതലാ നീ എന്ന് വരിൽ, യഥാർത്ഥ ഒരു ദൈവ മകനും മകളുമാണെങ്കിൽ നിങ്ങൾ ദൈവം ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെ അവരുടെ മുടിക്ക് ഒരു തീയുടെ വാസന പോലും വന്നില്ല. യാതൊരു കേടും കൂടാതെ അവരെ തീക്കകത്തുനിന്നും വെളിയിൽ കൊണ്ടുവന്നു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ മഹിമ എന്താണ്? ദൈവത്തിൻ്റെ കൃപ എന്താണ്? ദൈവത്തിൻ്റെ പ്രീതി എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളെ, നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-24 വാക്യം. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഭയങ്കര തിരമാലയും ഭയങ്കര കാറ്റും കോളുമായി ഇവർ പോകുന്നതായ ബോട്ട് ഭയങ്കരത്തിൽ കഷ്ടപ്പെടുകയാണ്. ഇവരാഹാരമില്ലാതെ 14 ദിവസം പട്ടിണി ആ ബോട്ടിനകത്ത് കഴിഞ്ഞു. അന്ന് യേശു ക്രിസ്തുവിന് തൻ്റെ ദൂതനെ അയച്ച് പൗലോസിനോട് പറയുന്ന വാക്കാണിത്, ഭയപ്പെടരുത്. ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടരുത് മക്കളെ. നമ്മുടെ ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചവർക്ക് ആ ധൈര്യത്തോടുകൂടെ പറയാനും ധൈര്യത്തോടുകൂടെ നിൽക്കുവാനും ധൈര്യത്തോടുകൂടെ ജീവിക്കുവാനും സാധിക്കത്തുള്ളൂ. എന്ത് കഷ്ടം വന്നാലും എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മുടെ ദൈവം നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. ആ 14-ാമത്തെ ദിവസം തൻ്റെ ദൂതൻ വന്ന്, അത് തന്നെയാണോ അവനോട് എന്നതാ പറയുന്നത്, ഇതിനകത്ത് 276 ജനങ്ങളുണ്ടായിരുന്നു. ഈ ജനങ്ങളെയെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അങ്ങനെ അടകെല്ലാം ആ കടലിനകത്ത് അവർ പൊക്കൊണ്ടിരിക്കുന്ന വാഹനം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞെല്ലാം പോയി, പലകയിലെല്ലാം നീന്തി തുടിച്ച് അവർ ഉബ്ലിയോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ അവർക്ക് നശിച്ചു പോയി. അപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സംസാരിച്ചു, ബലപ്പെടുത്തി. നമ്മൾ സേവിക്കുന്ന ദൈവം നാം കഷ്ടത്തിൽ കൈവിടുന്ന ദൈവമല്ല.
നമ്മുടെ കഷ്ടത്തിൽ കൈവിടുന്ന ദൈവമല്ല. അവർ കരയ്ക്ക് കയറി, എങ്ങനെയൊക്കെയോ നീന്തി തുടിച്ചെല്ലാവരും കരയ്ക്ക് കയറി. പൗലോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നതാ പറഞ്ഞത്? ഈ 276 പേര് നിനക്ക് തരുന്നെന്ന് പറഞ്ഞു. ഇവരെല്ലാം വെള്ളത്തിൽ കടന്ന് തണുപ്പ് പറ്റി ഭയങ്കര കഷ്ടത്തിൽ അവർ കരയ്ക്ക് കയറി. അവർ തീ കൂട്ടി ഇവർക്കെല്ലാം രക്ഷിക്കാൻ അവിടെ എല്ലാവരും ആൾക്കാർ ഓടി വന്ന് ഇവരെ തീ കൂട്ടി ഇവരെ കായിക്കൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്നാ ചെയ്തു? കുറേ വിറക് പെറുക്കി ഈ തീക്കകത്തോട്ടിട്ടു. ഇട്ടിയ ഉടനെ ഇവൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? ഒരു ഭയങ്കര അണലി കടിച്ച് ഞാന്നു കിടന്നു. അവൻ അതിനെ കുടഞ്ഞ് ആ തീക്കകത്തോട്ടിട്ടു. അവൻ്റെ വിശ്വാസം എത്ര വലുതാന്ന് നോക്കേ. ദൈവം എന്നതാണ് അവനോട് പറഞ്ഞത്? നീന് കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടിയവനാണ്, നീ ഭയപ്പെടരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ എന്തിനു ഭയപ്പെടണം? അപ്പോൾ ഇവരെല്ലാം കൂടെ എന്നാ പറയുന്നെന്നോ? അവർ പറയാണ്, ഇവൻ ഏതാണ്ട് കൊലപാതകനാണ്, ഇവൻ്റെ നീതിദേവി ഇവനെ വിടുന്നില്ല, ജീവിക്കാൻ വിടുന്നില്ല എന്നും പറഞ്ഞ് ഇപ്പം ചത്ത വീഴും, ഇപ്പം അവൻ മരിച്ചു വീഴുമെന്നും പറഞ്ഞ് എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവനൊന്നും പറ്റിയില്ല. ആ വാഗൊണ്ട് തന്നെ അവർ പറയുകയാണ്, ഇവൻ ഒരു ദൈവകുമാരനാണെന്ന്, ഒരു ദൈവദാസനാണെന്ന്. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഈ ലോകത്തിൽ ഒന്നുമില്ല. അവൻ യഥാർത്ഥമായി അവൻ ഒരു കാലത്ത് ദൈവമക്കളെ ദുഷിക്കുകയും പഴിക്കുകയും നിന്ദിക്കുകയും അടിക്കുകയും തല്ലുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ് പൗലന്. അവന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് കൂട്ടുനിന്ന വ്യക്തിയാണ്. അങ്ങനെ ദൈവമക്കൾക്കായിട്ട് എഗൻസ്റ്റ് നിന്ന വ്യക്തിയാണ്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവം അവനെ വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. അന്നും ഈ കഷ്ടത്തെക്കാട്ടിലും ഡബിൾ കഷ്ടം അവന് കൊടുക്കുമെന്നും അനേക രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ നിൽക്കേണ്ട വ്യക്തിയാണെന്നും ദൈവം അന്നേ പറഞ്ഞതാ. അങ്ങനെ അവൻ ബുബ്ലിയോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അപ്പൻ പനിയും ഭയങ്കര കഷ്ടവുമായിട്ട് കഴിഞ്ഞ സമയത്ത് അവൻ അവിടെ കടന്നു എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവന് സൗഖ്യമായി. അതുപോലെ തന്നെ അവിടെ നിന്നും അനേക ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും അനേകർക്ക് സൗഖ്യമാകുകയും ചെയ്തു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് പൗലോസിന് അറിയാമായിരുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? ആ ദൈവത്തിൻ്റെ കൃപ എന്താണ്? ആ ദൈവത്തിൻ്റെ മഹിമ എന്താണ്? ദൈവത്തിൻ്റെ ശക്തി എന്താണ്? അവൻ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങളും അത് രുചിച്ചറിയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എന്ത് രോഗം വന്നാലും, എന്ത് കഷ്ടം വന്നാലും, എന്ത് കടഭാരം വന്നാലും നിങ്ങൾ ഭയപ്പെടത്തില്ല. ഒരു കാരണവശാലും ഭയപ്പെടണ്ട. കഴിഞ്ഞ ഞായറാഴ്ച സന്ധ്യയല്ല, ഒരു 3 മണി 4 മണി ആയപ്പോൾ ഇവിടെ ഒരു വിഷയം നടന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീയും ഭാര്യയും ഭർത്താവുമായിട്ട് എൻ്റെ വീടിൻ്റെ വാതിലിൽ വന്നു. എന്നെ വിളിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു, സിറ്റ് ഔട്ടിലിരുന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരാഴ്ചയായിട്ട് ഉറങ്ങുന്നില്ല, ഭക്ഷണവും എടുക്കുന്നില്ല, എഴുന്നേറ്റിരുന്ന് നേരം വെളുപ്പിക്കുകയാണ്, ഭയങ്കര കഷ്ടമാണ്, വീട്ടിൽ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ശരി, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ സിറ്റ് ഔട്ടിൽ ആ സ്ത്രീ എടുത്തടിച്ചു വീണ് അതിൻ്റെ അടുത്ത് കാർ ഷെഡാണ്. കാർ ഷെഡിൻ്റെ സൈഡിൽ പാമ്പഴയുന്ന പോലെ അങ്ങോട്ട് എഴയാൻ തുടങ്ങി. എഴഞ്ഞ് ഞാൻ പ്രാർത്ഥന വിട്ടില്ല. ഞാൻ ശരിയായിട്ട് പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ ഉടനെ ഇവിടെ എഴച്ചിൽ നിന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ യേശു എനിക്ക് ആ കൃപ തന്നിരിക്കുന്നു. എൻ്റെ യേശു പാമ്പിനെയും തേളിനെയും ചവിട്ടുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. ഭൂതങ്ങളെ വിടിവിക്കുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുവാനുള്ള അധികാരം തന്നിരിക്കുന്നു. ആ അധികാരത്തിന്മേലെ ഞാൻ നിന്നോട് പറയുന്നു, അവളെ വിട്ടുപോയിക്കോളാൻ പറഞ്ഞു. അവളെ വിട്ടുപോയിക്കോ. ആർക്കും ഒരു കഷ്ടവും കൊടുക്കല്ലേ, ഇടത്തോട്ടും വലത്തോട്ടും നോക്കല്ലേ, പുറകോട്ട് തിരിഞ്ഞു നോക്കരുതേ. നീ ഏത് ദേശത്തുനിന്ന് വന്നോ ആ ദേശത്ത് നീ പൊയ്ക്കോളാൻ പറഞ്ഞു. എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന്
പൊയ്ക്കോളാൻ പറഞ്ഞു. മുട്ടുകുത്തി നിന്നു. 2 കൈയും മുകളിലോട്ട് ഉയർത്താൻ പറഞ്ഞു. ഉയർത്തി. 3 പ്രാവശ്യം നീ നിലത്ത് കൈയടിക്കണമെന്ന് പറഞ്ഞു. നീ പോയെന്ന് എനിക്കറിയണ്ടേ? 3 പ്രാവശ്യം നിനക്ക് എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി വിളിച്ചു പറയണം. യേശുവേ, ഞാനിവളെ വിട്ടുപോയിക്കോളാമേന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ നീ എൻ്റെ യേശുവിനെ നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞു. കണ്ണു തുറക്കത്തില്ല. കണ്ണു തുറന്ന് നോക്കാൻ എൻ്റെ യേശുവിനെ നോക്കാൻ പറഞ്ഞു. നോക്കി. ഇല്ല, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. പൊക്കോ, ഇവിടെ എങ്ങും നിനക്ക് ഒരു തൊന്തര ആർക്കും കൊടുക്കല്ലേ. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കല്ലേ, പുറകോട്ട് നോക്കരുത്, ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അത് 3 പ്രാവശ്യം നിലത്ത് കൈയടിച്ചു. എത്ര ശക്തിയിലാണ് കാറിയെന്നോ. കാറി വിളിച്ച് സാത്താനവളിൽ പോയി. അവൾ താഴെ വീണ് അവിടെ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിൻ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞ് കൈ കാണിച്ച ഉടനെ അവൾ എഴുന്നേറ്റു. ഞാൻ അളാറായി മീൻസ് ഞാൻ നല്ലതായി. എൻ്റെ ശരീരത്തിലെ ഭാരം പോയി, എല്ലാം പോയെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒരു പാത്രയായിട്ട്, എൻ്റെ അപ്പച്ചൻ്റെ ഒരു പാത്രമായിട്ട് എന്നെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും എൻ്റെ വാക്യം കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്ന ഒരു മുട്ടുകുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് ഒരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്താൻ. ദൈവം നിങ്ങളെ തൊടാൻ പോവാണ്. എൻ്റെ യേശു ഇവിടെ ഉണ്ട്. സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദവിടുമായിരിക്കുന്ന യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വരും ഈ നിമിഷമേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കഷ്ടത്തിലും രോഗത്തിലും കടഭാരത്തിലും എത്രയോ ജനങ്ങൾ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അവരെ ഈ നിമിഷമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശുക്രിസ്തുവിൻ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ടച്ച്, Holy Spirit touch, rebuke in the name of Jesus, receive the power of God, victory in the blood of Jesus. Hallelujah. സ്തോത്രം കർത്താവേ, നിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ തുടരണമേ ഈ നിമിഷമേ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണപ്പാ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ കർത്താവേ, ഹാർട്ട് പേഷ്യൻ്റ് ആകി എത്രയോ ജനം കഷ്ടപ്പെടുന്നപ്പാ, അവരെ മുട്ടപ്പ ഈ നിമിഷമേ മുട്ടപ്പ. തലേനോവ്, വയറ്റുവേദന, തലവേദന കർത്താവേ, മുട്ടുവേദന അപ്പ, പുറത്ത് വേദന, ഏതെല്ലാം വേദനകളാൽ കഷ്ടപ്പെടുന്നപ്പ ഈ നിമിഷമേ മുട്ടപ്പ, ഈ നിമിഷമേ മുട്ടപ്പ. പരിശുദ്ധാത്മനെ നീ തൊടണമേ, ഇപ്പോൾ തന്നെ തൊടണമേ ഈ നിമിഷമേ കർത്താവേ. വീട് പണി പൂർത്തിയാകാത്തവരുടെ വീട് പണി പൂർത്തിയാക്കണമേപ്പാ. മക്കളെ വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ കർത്താവേ. അപ്പ അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ആരും നച്ചു പോകാൻ നീ സമ്മതിക്കല്ലപ്പ. ക്രിസ്തവിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ. സത്യദൈവത്തെ കാണുവാന്, ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ നീ ഇടയാക്കണമേ അപ്പ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.